ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഡെറിവേഷനാണ്. ഓക്കെ. അപ്പോൾ 2 ഡയമെൻഷണൽ അപ്പോൾ എന്താണ് അതിന്റെ വ്യത്യാസം? നമ്മൾ 1 ഡയമെൻഷണൽ കേസ് പറഞ്ഞു അവിടെ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? എക്സ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ അവിടുത്തെ നമുക്ക് ഒരു 1 ഡയമെൻഷണൽ കേസ് ആദ്യം ഇവിടെ എഴുതാം. ഓക്കെ. 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ. എച്ച് ഹാർമോണിക് ഓസിലേറ്റർ ആണ്. മൊത്തം ഞാൻ എഴുതിയില്ല കേട്ടോ. 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിൽ അവിടുത്തെ കൈനറ്റിക് എനർജിയുടെ വാല്യൂ T is equal to half mx² എന്നാണ് നമ്മൾ എഴുതിയത്. ഓക്കെ. ഇത് 1 ഡയമെൻഷണൽ മോഷൻ. അതായത് നമുക്ക് നോർമലി നമ്മുടെ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം എന്നാണ് നമ്മുടെ സ്പേസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. 3 ഡയമെൻഷണൽ ഒബ്ജക്ട് നമ്മൾ സാധാരണ 3D നമ്മൾ 4D 5D എന്ന് പറയാറില്ല. അതൊക്കെ വേറെ എക്സ്ട്രാ കോർഡിനേറ്റ്സുകളാണ് വരുന്നത്. ഓക്കെ. നമ്മൾ നോർമലി നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന 3 ഡയമെൻഷണൽ ആയിട്ടാണ്. അത് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഓക്കെ. ഈ ഒരു രീതിക്കാണ് നമ്മൾ 3 ഡയമെൻഷണൽ വരുന്നത്. അതിൽ ഇപ്പോൾ 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ ഒറ്റ ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രമേ ഉള്ളത്. അല്ലെങ്കിൽ ഒറ്റ കോർഡിനേറ്റ് മാത്രം, എക്സ് കോർഡിനേറ്റ് മാത്രം. ഇനി ഇത് 2 കോർഡിനേറ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ 2 ഡയമെൻഷൻ ആവുന്ന സമയത്ത് ഇവിടെ എന്ത് വരാം? 2 കോർഡിനേറ്റ് വരാം, എക്സും വൈയും വരാം. ഓക്കെ. 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്ന സമയത്താണ് എക്സ്, വൈ, ഇസഡ്. അതായത് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് 3 കാര്യങ്ങൾ പാരാമീറ്ററും വരുന്നത് നമ്മൾ എന്ത് പറയുക? 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്ന ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത് എന്താണ്? അത് 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ ആണ്. ഒരു ആക്സിസിൽ മാത്രം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹാർമോണിക് ഓസിലേറ്റർ നമ്മൾ എന്ത് പറയുക? കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് എന്തിന്റെ പാരാമീറ്റർ മാത്രം മതി? അതായത് ഡിസ്പ്ലേസ്മെന്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് അവിടുത്തെ എക്സ് മാത്രമാണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എക്സിന്റെ വാല്യൂ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? അവിടെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ അല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന 2 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ ആണ്. ഓക്കെ. 2 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് കൈനറ്റിക് എനർജി ഇക്വേഷനിൽ T is equal to half into m. ഇവിടെ എക്സ് ഡോട്ട് ഉണ്ട് കേട്ടോ. എക്സ് സ്ക്വയർ അല്ല, എക്സ് ഡോട്ട് സ്ക്വയർ അല്ലേ, നല്ല വെലോസിറ്റി ആകത്തുള്ളൂ. ഹാഫ് എം ബി സ്ക്വയർ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഡയമെൻഷണൽ മോഷൻ ആവുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഇവിടെ നമുക്ക് എക്സ് ഡോട്ടിന്റെ വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? വൈ ഡോട്ടിന്റെ വാല്യൂ ഉണ്ട്. ഓക്കെ. നമ്മൾ പ്രത്യേകിച്ച് വേറൊരു വ്യത്യാസമില്ല. 2 ഡയമെൻഷൻ ആവുന്ന സമയത്ത് 2 കോർഡിനേറ്റിന്റെ വാല്യൂസ് നമ്മൾ അവിടെ എടുക്കണം. അത്ര മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ. അത് മാത്രമാണ് അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് അവിടുത്തെ ദാറ്റ് ഇസ് അബൌട്ട് ദ കൈനറ്റിക് എനർജി. ആൻഡ് നമ്മളിവിടെ 1 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ K എന്ന് റെപ്രസെന്റ് ചെയ്തു. K is equal to half kx². ഓക്കെ. ഇത് എക്സ് ആണ്, എക്സ് ഡോട്ട് അല്ല, ഇത് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ. എക്സ് സ്ക്വയർ എന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ 2 ഡയമെൻഷണൽ മോഷന്റെ കേസിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ കൈനറ്റിക് എനർജി ദാറ്റ് ഇസ് K will be equal to half into K into x² പ്ലസ് y². ഓക്കെ. ഡോട്ടിന്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എന്താണ്? 2 കോർഡിനേറ്റിന്റെ വാല്യൂസ് നമ്മൾ അവിടെ എഴുതുന്നു. അത്ര മാത്രമേ അവിടെ വ്യത്യാസം വരുന്നു 2 ഡയമെൻഷൻ കേസിൽ. ഇനി എന്ത് ചെയ്യുക? ആദ്യം ലഗ്രാഞ്ചിനെ എടുക്കുക. ലഗ്രാഞ്ചിനെ എടുത്തിട്ട് അത് നമ്മൾ കോർഡിനേറ്റ് Px ന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക, Py യുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക. അതിനുശേഷം ഹാമിൽട്ടൺ ഇക്വേഷൻസിലോട്ട് എന്ത് ചെയ്യുക? ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത്ര മാത്രമാണ് വരുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ 1 ഡയമെൻഷണൽ മോഷന്റെ കേസ് ഇവിടെ എറേസ് ചെയ്യുവാണ്. 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ എറേസ് ചെയ്തു. ഓക്കെ. ഇവിടുത്തെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതി. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ എടുക്കേണ്ടത് എന്താണ്? അവിടുത്തെ ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ എടുക്കേണ്ടത് എന്താണ്? അവിടുത്തെ ലഗ്രാഞ്ചിയൻ വാല്യൂ ആണ്. ഓക്കെ. എല്ലിന്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ ദിവസം 1 ഡയമെൻഷന്റെ കേസിൽ ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ അതുപോലെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എല്ലിന്റെ വാല്യൂ എടുത്തു. എല്ല് നമുക്കറിയാം ലഗ്രാഞ്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡിഫറൻസ് ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ. ഇതിന്റെ ഡിഫറൻസ് ആണ് നമ്മുടെ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത്. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ അല്ല, ലഗ്രാഞ്ചിയൻ. ഓക്കെ. എൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ h പ്ലസ് t എന്ന് പറയുന്നില്ല, h t പ്ലസ് അതുപോലെ ലഗ്രാഞ്ചിയൻ എന്ന ഫംഗ്ഷൻ L is equal to t minus t എന്ന് പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കൈനറ്റിക് എനർജി ടേം ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ടേം ഉണ്ട്. ഇത് എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു m ഇൻറ്റു എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ മൈനസ്, ഈ മൈനസ് ആണ്, മൈനസ് എന്ത് വരും? ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് മൈനസ് ഹാഫ് ഇൻറ്റു k into x² പ്ലസ് y². ഓക്കെ. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? അവിടെ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ഇത് ഹാമിൽട്ടോണിലോട്ട് മാറ്റണമെങ്കിൽ, ഓക്കെ, ഹാമിൽട്ടണിലോട്ട് മാറ്റണമെങ്കിൽ h is equal to sigma k pk qk ഡോട്ട് മൈനസ് l. ഓക്കെ. ഈ ഒരു വാല്യൂലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനവിടെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഇതിന് Px ന്റെ വാല്യൂ, ഇവിടെ നമുക്ക് 2 മൊമെന്റം ടേം വരും. കാരണം x കോർഡിനേറ്റിൽ മൊമെന്റം ഉണ്ട്, y കോർഡിനേറ്റിൽ മൊമെന്റം ഉണ്ട്. അതായത്
ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എക്സ് കോർഡിനേറ്റിന് ഒരു മൊമെന്റം ഉണ്ട്, പി എക്സ് എന്ന് പറയുന്ന മൊമെന്റം, ആൻഡ് വൈ കോർഡിനേറ്റ് എന്തുണ്ട്, പി വൈ എന്ന് പറയുന്ന ഒരു മൊമെന്റം ഉണ്ട്. നേരത്തെ നമുക്ക് ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി, കാരണം ഒരു ഡയമെൻഷനേ ഉള്ളൂ. നോർമലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വൺ ഡയമെൻഷൻ മോഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത്, അപ്പോൾ നമുക്ക് ഒറ്റ ഇതേ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് രണ്ട് മൊമെന്റം ഉണ്ട്, നേരത്തെ ചെയ്തതുണ്ട്, പക്ഷേ സെപ്പറേറ്റ് ചെയ്യണം, അത്ര മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ പി വൈ എന്നൊരു മൊമെന്റം ഉണ്ട്, പി എക്സ് എന്ന് പറയുന്ന രണ്ട് മൊമെന്റം ടേംസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം എന്ത് ചെയ്യുക, ആദ്യം ഇവിടെ നമ്മളിവിടെ ഇക്വേഷൻ കൊടുക്കുമ്പോൾ രണ്ടും ആഡ് ചെയ്ത് എഴുതാം. പക്ഷേ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, പി എക്സിന്റെയും പി യുടെയും വാല്യൂ സെപ്പറേറ്റ് ചെയ്ത് അതിനുശേഷം എന്ത് ചെയ്താൽ മതി, ഇവിടെ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കൊടുത്തിരിക്കുന്ന പോലെ ഇതിനകത്ത് എന്ത് ചെയ്താൽ മതി, പ്ലസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞു ഇതിനെ കുറിച്ചിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ പി എക്സിന്റെ വാല്യൂ എടുക്കുവാണ്. ഓക്കെ, പി എക്സ്. അപ്പോൾ പി എക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വിച്ച് വിൽ ബി ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട്. ഓക്കെ, ഇതല്ലേ പി എക്സിന്റെ വാല്യൂ. നമ്മൾ ഫസ്റ്റ് കേസിൽ ആ ഒരു മൊമെന്റം ടേമിന്റെ ഡെറിവേഷൻ നമ്മൾ പറഞ്ഞതാണ്, ജനറലൈസ്ഡ് മൊമെന്റം എന്ന കേസിൽ അവിടെ നമ്മൾ പി കെ ഇസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് പി കെയുടെ സ്ഥാനത്ത് എന്ത് വരും, എക്സ് വരും. ഇതായിരുന്നു നമ്മുടെ ജനറൽ ഇക്വേഷൻ. നേരത്തെ നമ്മൾ കണ്ട ഇക്വേഷൻ ഇതായിരുന്നു. നമ്മൾ ആ ഒരു കോൺജുഗേറ്റ് മൊമെന്റം എന്നൊക്കെ പഠിച്ച് ആ ഒരു കേസ് നമ്മൾ പഠിച്ചു. ഓക്കെ, കോൺജുഗേറ്റ് മൊമെന്റം എന്ന രീതിയിൽ പി കെ ഇസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട്. ഓക്കെ, ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പഠിച്ചിരുന്നു. അപ്പൊ ആ ഒരു പ്ലേസിൽ ഇപ്പൊ നമുക്ക് കെയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്തത്, ഫസ്റ്റ് നമ്മൾ അവിടെ പി കെ ഈ സ്ഥാനം നമ്മൾ എക്സിന്റെ വാല്യൂ കൊടുത്തു. അപ്പോൾ ഇവിടെ എക്സ് ആവുന്ന സമയത്ത് ഇവിടെ ക്യൂ കെ ഡോട്ട് ജനറലൈസ്ഡ് മൊമെന്റം ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എക്സിന്റെ മൊമെന്റം മതി. അപ്പൊ എക്സിന്റെ കോർഡിനേറ്റ് മാറ്റി ക്യൂ കെക്ക് നമ്മൾ എന്ത് കൊടുത്തു, എക്സ് ഡോട്ട് എന്ന് അവിടെ കൊടുത്തു. അത്ര മാത്രമേ ഇവിടെ വ്യത്യാസം വന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ കേസിൽ വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് എൽ, അതായത് ഈ ലഗ്രാഞ്ചൻ എന്ന ഫംഗ്ഷന് ഡോ എക്സ് വെച്ച് എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യം നമുക്കറിയാം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എക്സ് ഡോട്ട് വെച്ചിട്ടാണ് കേട്ടോ, എക്സ് ഡോട്ട് വെച്ചാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എക്സ് ഡോട്ടിന്റെ ഫംഗ്ഷൻ എവിടെ ഉണ്ട് എന്ന് നോക്കിയിട്ട് അത് മാത്രം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. കാരണം ഈ ഒരു ടേമിൽ എക്സ് ഡോട്ട് ഇല്ല, ഇവിടെ എക്സ് ഡോട്ട് ഇല്ല, ഇവിടെ എക്സ് ഡോട്ട് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹോൾ ടേം നമുക്ക് എന്ത് ചെയ്യാം, അത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അത് സീറോ ആയിട്ട് പോകും. അടുത്ത് നമ്മൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ ഈ ഒരു ടേം നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് പുറത്തോട്ട് കൊടുക്കുക, എന്ത് വരും, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വൈ ഡോട്ട് സ്ക്വയർ എന്ന് വരും. നോക്കുമ്പോഴും ഈ ഒരു ടേമിൽ നമുക്ക് എക്സ് ഡോട്ടിന്റെ വാല്യൂ ഇല്ല. അപ്പൊ ഇതും എന്തായിരിക്കും, ഇതും അവിടെ സീറോ ആയിരിക്കും. ബാക്കി വരുന്നത് ഈ ഒരു ടേം മാത്രമാണ്. അപ്പൊ ഈ ഒരു ടേമിൽ എക്സ് ഡോട്ട് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് റൈസ് ടു എൻ എന്ന രീതിയിലാണ് കിടക്കുന്നത്. അപ്പൊ എന്ത് വരും, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ എന്ന് വരും. സോ ഈ ഒരു ഇക്വേഷൻ എങ്ങനെയായിട്ട് കൺവേർട്ട് ചെയ്യും, ദിസ് വിൽ ചേഞ്ചസ് ടു ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലിൽ നമുക്ക് ആകെ വരുന്ന എക്സ് ഡോട്ട്, ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, കംപ്ലീറ്റ് ഡെറിവേറ്റീവ് അല്ല, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഇപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ് ഡോട്ടിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്, ടു എക്സ് ഡോട്ട് എന്ന് വരും. ഓക്കെ, ടു എക്സ് ഡോട്ട്. നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം, ടൂവും ടൂവും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ പി എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി, പി എക്സിന്റെ വാല്യൂ പി എക്സ് ഇസ് ഈക്വൽ ടു എഴുതാം, പി എക്സ് ഇസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്, ദാറ്റ് ഈസ് എം എക്സ് ഡോട്ട് എന്ന് നോക്കും. ഇത് നമ്മുടെ പി എക്സിന്റെ വാല്യൂ ആണ്. ഓക്കെ, ഇത് ഇവിടെ വെച്ചേക്കാം. ഇനി ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ വൺ ഡയമെൻഷൻ മോഷൻ ആയിരുന്നുവെങ്കിൽ നമുക്ക് ഇത് മാത്രം മതിയായിരുന്നു. ഓക്കെ, വൺ ഡയമെൻഷൻ മോഷൻ ആയിരുന്നു ഇത് മാത്രം മതി. പക്ഷെ ഇപ്പൊ നമുക്ക് ടു ഡയമെൻഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, പി ഒയുടെ വാല്യൂ നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ പി ഒയുടെ വാല്യൂ നോക്കുന്ന സമയത്ത് ഓക്കെ, പി ഒ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, പി ഒ ഈസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ വൈ ഡോട്ട്. ഓക്കെ, ഡോ എൽ ബൈ ഡോ വൈ ഡോട്ട്. അപ്പൊ വീണ്ടും ഇവിടെ നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇതിനകത്ത് വൈ ഡോട്ടിന്റെ വാല്യൂ വൈ മാത്രമേ ഉള്ളൂ, ഉണ്ടല്ലോ, ഇവിടെ വൈ മാത്രമേ ഉള്ളൂ. ഇത് എക്സും ഇത് വൈയും ആണ്, ഇവിടെ വരില്ല. അപ്പൊ ഇതും എന്താവും, ദിസ് വിൽ ഓൾസോ ടെൻസ് ടു സീറോ. അപ്പൊ വീണ്ടും നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ എന്ത് ചെയ്യും, ഇത് ഇവിടെ സീറോ ആവും. കാരണം ഇതിനകത്ത് വൈ ഡോട്ടിന്റെ വാല്യൂ ഇല്ല. ഇവിടത്തെ ഇതിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വാല്യൂ വരുന്നത്. എന്താ വരുന്നത്, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വൈ ഡോട്ട് സ്ക്വയർ എന്നാണ് കിടക്കുന്നത്. അപ്പൊ അത് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ടു വൈ ഡോട്ട് എന്ന് വരും. ഈ ടു എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ക്യാൻസലേഷൻ ചെയ്യാൻ പറ്റും. ബാക്കി വരുന്ന ടേം എന്താണ്, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് പി വൈ വിച്ച് വിൽ ബി ഈക്വൽ ടു എം ഇൻറ്റു വൈ ഡോട്ട് എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ എം വൈ ഡോട്ട് എന്നായിരിക്കും വരുന്നത്. ഓക്കെ, നമുക്ക് പി എക്സിന്റെ വാല്യൂ ആയിട്ടുണ്ട്, പി ഒയുടെ വാല്യൂ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ലഗ്രാഞ്ചിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മളവിടെ കോൺജുഗേറ്റ് മൊമെന്റം നമ്മൾ അവിടെ ഡിറ്റർമിൻ ചെയ്തു. ഓക്കെ, മൊമെന്റം ടേം നമുക്ക് അവിടെ ആയി. ഓക്കെ, പി ഒ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ പി എക്സിന്റെ വാല്യൂ ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് അവിടെ we can find the Hamilton. Okay, ഹാമിൽട്ടണിലോട്ട് പോകാമല്ലോ. ഹാമിൽട്ടണിൽ പോകുന്ന സമയത്ത് നമ്മൾ ഹെച്ചിന്റെ ഇക്വേഷൻ, ഇതാണ് നമ്മൾ ഹെച്ചിന്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് h will be equal to sigma k. Okay, sigma k pk qk dot മൈനസ് എൽ. ഓക്കെ, അപ്പൊ ക്യൂ കെ എന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ എടുത്തത്, ക്യൂ കെ എന്ന് വെച്ചാൽ എന്താണ്, ജനറലൈസ്ഡ് കോർഡിനേറ്റിലാണ്. അപ്പൊ നമുക്ക് ക്യൂ കെ ഡോട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും, എക്സ് ഡോട്ടും വരും, അതുപോലെ തന്നെ
y ഡോട്ട് വരും. കാരണം നമ്മൾ 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും അവിടെ എന്ത് ചെയ്യും? നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യണം. x ഡോട്ടും വേണം y ഡോട്ടും വേണം. അപ്പോൾ ഇവിടെ നമുക്ക് px ന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ py യുടെ വാല്യൂ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? That is we are getting it will be equal to okay px ന്റെ വാല്യൂ px നമുക്ക് ഫസ്റ്റ് കൊടുക്കാം. That is എന്താ കിട്ടുന്നത്? px x dot plus py y dot okay y dot minus ബാക്കി എന്ത് വരും? ഹാഫ് ഇൻറ്റു m ഇൻറ്റു x ഡോട്ട് സ്ക്വയർ പ്ലസ് y ഡോട്ട് സ്ക്വയർ എന്ന് വരും. y ഡോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു k ഇൻറ്റു x സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മളുടെ പി കെയുടെ വാല്യൂ പി കെ ഇൻറ്റു ക്യൂ കെ ഡോട്ട് അതിന്റെ വാല്യൂസ് ആണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു പി എക്സ് എക്സ് ഡോട്ട് പ്ലസ് പി വൈ ഡോട്ട് മൈനസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ. ഇവിടെ നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു പി എക്സിന്റെയും പി യുടെയും വാല്യൂസ് ഉണ്ട്. പി എക്സിന് എം എക്സ് ഡോട്ട് എന്നും അല്ലെങ്കിൽ പി ഒയ്ക്ക് എം വൈ ഡോട്ട് എന്നുള്ള വാല്യൂസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് വന്നിട്ടുള്ളതിൽ ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു വാല്യൂസ് നമുക്ക് എന്ത് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അത് എക്സ് ഇതിനെ തിരിച്ചെടുക്കാം. ഇപ്പൊ പി എക്സ് ഈക്വൽ ടു ഇങ്ങനെ നടക്കുന്നത് പി എക്സ് ഈക്വൽ ടു എം എക്സ് ഡോട്ട് ആണ് നടക്കുന്നത്. അതിന് പകരം എന്ത് ചെയ്യാം? നമുക്ക് അവിടെ എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എം ബൈ പി എക്സ് എന്നാക്കാം. ഓക്കെ, എക്സ് ഡോട്ടിന്റെ വാല്യൂ നമുക്ക് എക്സ് ഡോട്ടിന് പകരം എന്തിലോട്ട് മാറ്റാൻ പറ്റും? അപ്പോൾ എക്സ് ഡോട്ടിന് പകരം നമുക്ക് അതിനെ പി എക്സ് ടേമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എം ബൈ പി എക്സ് എന്ന് കിട്ടും. ആൻഡ് ദെൻ ഇവിടെ പി വൈക്ക് പകരം എന്താ കിട്ടുന്നത്? പി വൈ ഈസ് ഈക്വൽ ടു അല്ലേ y dot is equal to സോറി തിരിഞ്ഞു പോയതാണ്, ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്തോളൂ. x dot is equal to px by m. Okay, px by m and y dot is equal to py by m. Okay, py by m. ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനകത്തോട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈ ടേംസിലോട്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ പി വൈയുടെയും ഈ ക്യൂ കെ ഇതിന്റെ ടേംസ് ആണ് ഇപ്പോൾ കിടക്കുന്നത്. ഓക്കെ, അപ്പം ഹാഫ് മൈനസ് എന്ത് കൊടുത്തു? ഇത് എല്ലിന്റെ വാല്യൂസ്. ഇത് മനസ്സിലായി പറഞ്ഞത് എങ്ങനെയാണെന്ന്? ഇത് കൺഫ്യൂഷൻ ആക്കല്ലേ. ഇത്രയും ടേംസ് എന്ന് പറയുന്നത് ഉണ്ടോ? ഇത്രയും ടേംസ് എന്ന് ഈ പി കെ ക്യൂ കെ ഡോട്ട് ആണ്. ഓക്കെ, അത് നമ്മൾ ഇൻറ്റു ചെയ്തു. ഈ എക്സ് ഡോട്ട് എന്ന് ക്യൂ കെ ഡോട്ട് വരും എക്സ് ഡോട്ട് വൈ ഡോട്ടും കൊടുത്തു. പി കെക്ക് വരും പി എക്സ് പി ഒ എന്നും കൊടുത്തു. ഇത്രയും ടേം എന്ന് പറയുന്നത് നമ്മുടെ ലഗ്രാഞ്ചിയൻ ടേം ആണ്. നമുക്ക് ഇവിടെ അറിയുന്നത് ഇവിടെ കിടക്കുന്ന ഈ ഒരു ടേം കണ്ടോ? എല്ലിന് പകരം നമ്മൾ ഇത്രയും കൊടുത്തിരിക്കുന്നു. നമ്മൾ നേരത്തെ എല്ലിന്റെ വാല്യൂ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ? ഇപ്പോൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് കാണാൻ പറ്റും. നേരെ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. മനസ്സിലായല്ലോ? ഇത് രണ്ട് ടേംസ് ആണ്. അല്ലാതെ ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നിന്ന് എടുത്ത് എഴുതിയതല്ല. ഇതേ ടേംസിനെ തന്നെ എന്ത് ചെയ്തു? അവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിക്കുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ കിടക്കുന്ന ഈ എക്സ് ഡോട്ടിന്റെ വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാം? മൊമെന്റം ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, എക്സ് ഡോട്ടിന്റെ ടേംസിനെ നമുക്ക് ഇവിടെ മൊമെന്റം ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ മൊമെന്റം ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വാല്യൂസും ഈ വൈ ഡോട്ടിന്റെ വാല്യൂ ഇവിടെ കൊടുക്കുക, അതുപോലെ തന്നെ ഈ എക്സ് ഡോട്ടിന്റെ വാല്യൂ എടുത്ത് ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ നോക്കാം. ദാറ്റ് ഈസ് h will be equal to px x dot. ഓക്കെ, px x dot പ്ലസ് py y dot. ഓക്കെ, py y dot അതുപോലെ എഴുതിക്കുക മൈനസ് ഹാഫ് ഇൻറ്റു ഇവിടെ എന്ത് വരും? എമ്മിന് ഈ ഒരു എം കോമൺലി ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ എം ബൈ എം ക്യാൻസൽ ആയി പോകും. ബാക്കി എക്സ് ഡോട്ട് സ്ക്വയറിന് പകരം അവിടെ എന്താ കൊടുക്കുന്നത്? എക്സ് ഡോട്ട് സ്ക്വയറിന് പകരം ദാറ്റ് ഈസ് വി ആർ ഗിവിംഗ് പി എക്സ് സ്ക്വയർ. ഓക്കെ, പി എക്സ് സ്ക്വയർ. ഈ എം നമ്മൾ പുറത്തെടുക്കണം കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ട് എടുത്താലും മതി. ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടി എഴുതിയതിന് ശേഷം എടുത്താലും മതി. ഓക്കെ, ഹാഫ് ഇൻറ്റു ഒരു എം ഇവിടെ നോർമലി ഉണ്ട്, അതിൻ്റെ കൂടെ പി എക്സ് സ്ക്വയർ ബൈ എം സ്ക്വയർ പ്ലസ് പി വൈ സ്ക്വയർ ബൈ എം സ്ക്വയർ എന്ന് കിട്ടും പ്ലസ് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലഗ്രാഞ്ചിയൻ ടേംസിലോട്ട് മൊമെന്റത്തിന്റെ ഈ ഒരു വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ എമ്മിനെ കംപ്ലീറ്റ് ആയിട്ട് കോമൺലി ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ എമ്മിനെ കംപ്ലീറ്റ് കോമൺലി നമ്മൾ ഔട്ട്സൈഡ് എടുക്കുന്ന സമയത്ത് ഈ രണ്ട് എം എന്തെങ്കിലും പുറത്തോട്ട് വരും, ഡിവൈഡ് ബൈ എം സ്ക്വയർ എന്നായിട്ട് മാറും. ഓക്കെ, ഈ ഒരു എമ്മും ഈ ഒരു എമ്മും ഞാൻ അവിടെ ക്യാൻസൽ ചെയ്തു. ബാക്കി എനിക്ക് ഇപ്പോൾ കിട്ടുന്ന ടേം എന്താണ്? ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് അവിടെ കിട്ടുന്ന ടേം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ്
ഇവിടെ എക്സ് ഡോട്ടിന് വരുന്നത് കൊടുക്കാമല്ലോ. പി എക്സ്, ഇവിടുത്തെ എക്സ് ഡോട്ടിന് പകരം ഇവിടെ വൈ ഡോട്ടിന് പകരം ഈ രണ്ട് വാല്യൂസ് നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് ദാറ്റ് ഈസ് പി എക്സ് ഇൻറ്റു പി എക്സ് ബൈ എം പ്ലസ് പി വൈ ഇൻറ്റു പി വൈ ബൈ എം വരും മൈനസ് 1/2m ഇൻറ്റു പി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, നമ്മൾ വേറെ ചെയ്തത് ആ ഒരു എക്സ് ഡോട്ടിന്റെ വാല്യൂസ് ഒന്ന് എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എല്ലാ മൊമെന്റ് ടേംസിൽ കൺവേർട്ട് ചെയ്തു. അത് മാത്രമേ നമ്മൾ ഇവിടെ ചെയ്തായിട്ടുള്ളൂ. ഓക്കെ, ആ ഒരു ടേംസിൽ നമ്മൾ കൺവേർഷൻ മാത്രമേ അവിടെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് എന്തായിട്ട് മാറും, ഇതിപ്പോ പി എക്സ് ഇൻറ്റു പി എക്സ് ആണ്, അത് നമുക്ക് പി എക്സ് സ്ക്വയർ എന്നാക്കാം. ഓക്കെ, പി എക്സ് സ്ക്വയർ ബൈ എം എന്നായിട്ട് മാറിയിട്ടുണ്ട്. പ്ലസ് അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു ടേം എന്തായിട്ട് മാറും, ഇത് നേരത്തെ പോലെ തന്നെ പി വൈ സ്ക്വയർ ബൈ എം എന്നായിട്ട് മാറും. ഓക്കെ, മൈനസ് 1/2m ഇൻറ്റു പി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന ടേമിലോട്ട് എന്ത് ചെയ്യും, ഇതവിടെ കൺവേർട്ട് ആവും. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഈ രണ്ട് നമ്പേഴ്സ് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടേംസ് എങ്ങനെയായിട്ട് മാറും, ഇതിപ്പോ ഹാഫ് 1 മൈനസ് ഹാഫ് ആണ്. ഓക്കെ, അതായത് പി സ്ക്വയർ ബൈ എം മൈനസ് ഹാഫ് ഇങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ ഇതിനകത്തോട്ട്. കേട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിട്ട് മാറും, ഇതിപ്പോ ഇതിനകത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടേം ഇങ്ങനെയായിട്ട് മാറും 2m ബൈ 2m. ഓക്കെ, അപ്പോൾ പി 1 മൈനസ് ഹാഫ് തന്നെ വരും. ഓക്കെ, അതായത് ഇപ്പോൾ ഇത് പി സ്ക്വയർ, ഞാൻ സെപ്പറേറ്റ് എഴുതി തരാം, പി സ്ക്വയർ ബൈ എം മൈനസ് ഹാഫ് ഇൻറ്റു പി എക്സ് സ്ക്വയർ ബൈ എം. ഓക്കെ, അതായത് 1 മൈനസ് ഹാഫ് എന്നാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ. ഓക്കെ, 1 മൈനസ് ഹാഫ് ആണ്, അതെന്ത് വരും, ഹാഫ് തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ആ ഒരു മെത്തേഡിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിട്ട് മാറ്റാൻ പറ്റും, 1 മൈനസ് ഹാഫ് ആണെങ്കിൽ ഹാഫ് തന്നെ കിട്ടും. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ്, ഇപ്പോൾ ഈ ഒരു ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് വിച്ച് വിൽ ബി ഈക്വൽ ടു പി എക്സ് സ്ക്വയർ ബൈ 2m പ്ലസ് പി വൈ സ്ക്വയർ ബൈ 2m പ്ലസ്, ഓക്കെ, പ്ലസ് എന്ത് വരും, ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന ടേമിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പി എക്സ് സ്ക്വയർ ബൈ 2m പ്ലസ് പി വൈ സ്ക്വയർ ബൈ 2m പ്ലസ് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ ആ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തെടുത്തു. അപ്പോൾ ഇത് നമുക്ക് ഹെച്ചിന്റെ വാല്യൂ ആയിട്ടുള്ളൂ. ഓക്കെ, ഹെച്ചിന്റെ വാല്യൂ നമുക്ക് ഇനി ഇക്വേഷൻ ഇവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ കാനോണിക്കൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞ് പഠിച്ചു. ഓക്കെ, എന്തൊക്കെയായിരുന്നു കാനോണിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ക്യൂ കെ ഡോട്ട് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി കെ. ഓക്കെ, ക്യൂ കെ ഡോട്ട് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി കെയും അതുപോലെ മൈനസ് പി കെ ഡോട്ട് ഈസ് ഈക്വൽ ടു, ഓക്കെ, മൈനസ് പി കെ ഡോട്ട് വിച്ച് വിൽ ബി ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ ക്യൂ കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ജനറലൈസ്ഡ് മൊമെന്റും ജനറലൈസ്ഡ് കോർഡിനേറ്റും ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏതാണോ, നമുക്കിപ്പോൾ തീറ്റ വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ തീറ്റ ആയിരിക്കും അവിടുത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് ഞാൻ ലഗ്രാഞ്ചിയൻ പഠിച്ച സമയത്ത് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം എന്ത് ചെയ്യണം, ഇതിന്റെ വാല്യൂസ് മാറ്റണം. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ കേസിൽ എന്താണ്, എക്സ് ഡോട്ടേ വരത്തുള്ളൂ. ഈ ക്യൂ കെ എന്ന് പറയുന്നത് ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കോർഡിനേറ്റ് എന്താണ്, എക്സ് ഡോട്ട് ആണ്. ഓക്കെ, എക്സ് ഡോട്ടും വൈ ഡോട്ടും ഇവിടുത്തെ കോർഡിനേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് മാറ്റും. ഇവിടുത്തെ മൊമെന്റം ടേം പി കെ എന്നുള്ളിടത്ത് എന്ത് മാറ്റണം, പി കെ എന്നുള്ളിടത്ത് നിന്ന് നമ്മളത് പി എക്സ് എന്നാക്കി എഴുതും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ വരുന്ന വ്യത്യാസം. അപ്പോൾ നിങ്ങൾ ജനറലൈസ്ഡ് മൊമെന്റും ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആ ഒരു ടോപ്പിക് കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അത് നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ഏതാണ് ഇക്വേഷൻ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതവിടെ നമ്മൾ കൺവേർട്ട് ചെയ്തായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹാമിൽട്ടോണിയൻ കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ജനറലൈസ്ഡ് മൊമെന്റം ഡിറ്റർമിൻ ചെയ്യുക. ജനറലൈസ്ഡ് മൊമെന്റം ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ അതിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു എച്ച് എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, നമ്മൾ നേരത്തെ ഇക്വേഷൻ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഹാമിൽട്ടൺസ് ഇക്വേഷൻസ്, ഓക്കെ, ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഇവിടെ നമ്മൾ നേരത്തെ ആ ഒരു ക്യൂ കെ ഡോട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ വരുന്നത് എന്താണ്, എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു, ഓക്കെ, നമുക്ക് ആ ഒരു ഇക്വേഷൻ ഇവിടെ സൈഡിൽ എഴുതിക്കാം, ക്യൂ കെ ഡോട്ട് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി കെ. നമ്മൾ ജനറൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ ഇത് സോൾവ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എന്ത് വരും, ഡോ എച്ച് ബൈ നിങ്ങൾ ഇതുപോലെ എഴുതി പോകണേ,
നമുക്ക് ഒറ്റ ഇതായിരുന്നുവെങ്കിൽ ഫസ്റ്റ് വൺ ഡയമെൻഷണൽ മോഷൻ ഹാർമോണിക് ഓസിലേറ്റർ ആയിരുന്നെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ മാത്രം മതി. ഇത് നമുക്ക് എക്സും വൈയും വേണം. ഓക്കെ, അത് മാത്രമേ ഇവിടെ വ്യത്യാസം വരുന്നുള്ളൂ, വേറൊരു വ്യത്യാസം വരുന്നില്ല, അത് മാത്രമേ ഇവിടെ ഒരു ഡിഫറൻസ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ QK പകരം നമ്മുടെ സിസ്റ്റത്തിലുള്ള ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഡോട്ടും വൈ ഡോട്ടും ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ കേസ് നമ്മൾ എക്സ് ഡോട്ടിന്റെ വാല്യൂ എടുത്തു. അപ്പോൾ ഇവിടെ എക്സ് ഡോട്ട് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മൊമെന്റം എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഡോ ഓഫ് Px. ഓക്കെ, ഇങ്ങനെയാണ്. അടുത്ത് എന്താ ചെയ്യേണ്ടത്? പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യുക. എന്തിനാ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യണം? ഇവിടെ നമുക്ക് കിട്ടിയ എന്താണോ ഹാമിൽട്ടോണിയൻ, ഓക്കെ, ഈ ഒരു ഹാമിൽട്ടോണിയൻ എന്താണ് നമുക്ക് കിട്ടിയത്, അതിനെ വെച്ച് എന്ത് ചെയ്യണം? പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണം നോക്കാം. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ Px, ഹെച്ചിന്റെ വാല്യൂസ് എഴുതുക. എന്തൊക്കെയാണ്? Px സ്ക്വയർ ഡിവൈഡ് ബൈ 2m പ്ലസ് Py സ്ക്വയർ ബൈ 2m പ്ലസ് ഹാഫ് ഇൻറ്റു k ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഇതല്ലേ വരുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു Px ആണ്. അപ്പോൾ Px വിത്ത് റെസ്പെക്ട് ചെയ്യാനായിട്ട് ബാക്കി ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്യാലോ, കാരണം ഇതൊക്കെ എന്താണ്, ഇതിവിടെ Py ആണ്. അപ്പോൾ ഇത് 0 ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ടല്ലേ വരത്തുള്ളൂ. വിത്ത് റെസ്പെക്ട് നമുക്ക് Px മാത്രം മതി. അപ്പോൾ ഇതും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആകെ വരുന്ന ഇത് മാത്രമാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ ഡെറിവേറ്റീവ് മാത്രം നമ്മൾ അവിടെ എടുത്താൽ മതി. എന്ത് കിട്ടും? ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ഡോ ബൈ ഡോ Px എക്സ് സ്ക്വയർ എന്ന ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്ത് വരും? 2Px ബൈ 2m എന്ന് വരും. അപ്പോൾ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എക്സ് ഡോട്ടിന്റെ വാല്യൂ എന്താ വരുന്നത്? therefore എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു Px ബൈ m എന്ന് കിട്ടും. ഓക്കെ, Px ബൈ m. ഇത് നമ്മൾ നേരത്തെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വാല്യൂ ശരിക്കും എക്സ് ഡോട്ട് Px ബൈ m ആണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേഷൻ ബേസ് ചെയ്ത് ഇവിടെ കൂടി ഒന്നുകൂടി നമ്മൾ അവിടെ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലാസ്റ്റത്തെ ഇക്വേഷനിലോട്ട് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വീണ്ടും ചെയ്യുന്നത്. നമ്മളെല്ലാം ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് പറ്റുന്നതല്ല ഇത്. നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത് ഹാമിൽട്ടൺ കണ്ടുപിടിച്ചത് ഹെച്ചിന്റെ വാല്യൂവിൽ നിന്ന് തിരിച്ച് എന്ത് ചെയ്യണം? എക്സ് ഡോട്ടിന്റെ വാല്യൂലോട്ട് കൊണ്ടെത്തിക്കണം. അത് നമ്മൾ വൺ ഡയമെൻഷൻ ചെയ്യുന്ന സമയത്ത് ഇതേ കേസ് അവിടെ വരും. ഓക്കെ, ഇതിപ്പോ എക്സിന്റെ വാല്യൂ ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത് വൈ ഡോട്ടിന്റെ വാല്യൂ എടുക്കുക. വൈ ഡോട്ട് എടുക്കുന്ന സമയത്ത് അവിടുത്തെ മൊമെന്റം എന്തായിരിക്കും? ദാറ്റ് ഈസ് ഡോ എച്ച് ബൈ ഡോ പി വൈ ആയിരിക്കും. ഓക്കെ, ഇതേ ഇക്വേഷൻ തന്നെ എന്ത് ചെയ്യണം? ഡോ വൈക്ക് വെച്ച് പി വൈക്ക് വെച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു പി വൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടേം എന്തായി പോകും? ഇതവിടെ 0 ആയിരിക്കും. ഈ ടേമിന് വാല്യൂ ഇവിടെ ഉണ്ടാവും, ഇതവിടെ 0 ആയിരിക്കും. ഓക്കെ, ഈ ഒരു ടേം വിത്ത് റെസ്പെക്ട് നമുക്ക് അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, പി വൈ ബൈ 2m. ഓക്കെ, പി വൈ ബൈ 2m എന്നാണ്. വിച്ച് വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും? നേരത്തെ പോലെ തന്നെ എക്സ് ഡോട്ടിന് നമുക്ക് അവിടെ കിട്ടിയത് Px ബൈ m ആണ്. ഇവിടെ എന്ത് വരും? പി വൈ ബൈ m എന്നായിരിക്കും വരുന്നത്. നമുക്ക് എക്സ് ഡോട്ടിന്റെ വാല്യൂ ആയി, അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? വൈ ഡോട്ടിന്റെ വാല്യൂ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ എ എന്നും ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ ബി എന്നും റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഇക്വേഷൻ രണ്ടായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് രണ്ടായിട്ട് അവിടെ കൊടുത്താൽ മതി. അതായത് ഒന്നാമത് ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ദാറ്റ് ഈസ് ഇക്വേഷൻ എ ഇംപ്ലൈസ്. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ നോക്കുന്ന സമയത്ത് എക്സ് ഡോട്ട് x dot is equal to x dot is equal to Px by m എന്ന് കിട്ടി. ഓക്കെ, Px by m and equation B implies എന്താണ്? y dot is equal to Py by m. ഇതിപ്പോ നമുക്ക് ഈ ഒരു ഇക്വേഷനിലായിട്ടുള്ളൂ, പക്ഷെ ഹാമിൽട്ടണിൽ രണ്ട് ഇക്വേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇത് എന്ത് ചെയ്യണം? സെക്കൻഡ് ഇക്വേഷൻ കണ്ടുപിടിക്കണം. സെക്കൻഡ് ഇക്വേഷൻ ഞാൻ ഇവിടെ നേരത്തെ എഴുതിയിരുന്നു. എന്താ ഇക്വേഷൻ? സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പിയുടെ ഇക്വേഷൻ ആണ്, മൊമെന്റത്തിന്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഇതാണ് ഒരു ഇക്വേഷൻ കേട്ടോ. ഇത് ജനറൽ ഇക്വേഷൻ ആണ് എഴുതുന്നത്. P dot is equal to Pk dot is equal to minus dou h by dou qk. ഓക്കെ, dou h by dou qk എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അതിന്റെ വാല്യൂ നമ്മൾ അവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പൊ ഇത് എന്താണ്? Pk യുടെ വാല്യൂ ആണ്, dou Pk യുടെ വാല്യൂ ആണ്. സോറി, Pk ഡോട്ടിന്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ അത് മൈനസ് dou h by dou qk ആണ്. അത് നമുക്ക് എന്ത് ചെയ്യണം? ഡിറ്റർമിൻ ചെയ്യണം. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ മുകളിലോട്ട് എഴുതുവാണ് കേട്ടോ. ഇത് നേരത്തെ ചെയ്ത എന്ത് ചെയ്യണം? Pk യുടെ വാല്യൂ Pk ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ എച്ച് ബൈ ഡോ qk. അതായത് നമുക്ക് ഹാമിൽട്ടണിൽ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ രണ്ട് ഇക്വേഷൻ സോൾവ് ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസ് ആണ് രണ്ടെണ്ണം സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഹാമിൽട്ടണിന്റെ ഇക്വേഷൻ ആൻസർ ആവത്തുള്ളൂ. അപ്പൊ അതിനാണ് ഞാൻ ഫസ്റ്റ് ഇപ്പോൾ എടുത്തത്. ഒന്നാമത്തെ കേസിൽ ഞാൻ ഈ qk ഡോട്ടിന്റെ വാല്യൂ എടുത്തു, ഡോ എച്ച് ബൈ ഡോ pk എന്ന് പറയുന്നത് എക്സ് ഡോട്ടിന് വൈ ഡോട്ടിന് കണ്ടുപിടിച്ചു. അത് ഒന്നാമത്തെ കേസ്. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷൻ ആണ് ഈ ഒരു Pk ഡോട്ട് എന്ന് പറയുന്നത്.
നിങ്ങൾ ഹാമിൽട്ടൺസിന്റെ ആ ഒരു ഫസ്റ്റ് ക്ലാസ് അല്ല സെക്കൻഡ് ക്ലാസ് കണ്ടെങ്കിൽ മനസ്സിലാവും എന്താണ് രണ്ട് ഇക്വേഷൻ, കനോണിക്കൽ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. അപ്പൊ ആ ക്ലാസ് ഒന്നുകൂടി ഇത് കണ്ടു നോക്കാം. അപ്പൊ മനസ്സിലായി ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് വന്നതിനെ കുറിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, പി കെ ഡോട്ടിന്റെ വാല്യൂ നമുക്ക് അവിടെ കണ്ടുപിടിക്കണം. അപ്പൊ അതാണ് നമ്മൾ സെക്കൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം എക്സ് ഡോട്ട് കണ്ടുപിടിക്കുക, അടുത്ത് വൈ ഡോട്ടിന് എടുക്കുക. ഓക്കെ, എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് സെപ്പറേറ്റ് എടുക്കുക. ഓക്കെ, നമ്മൾ പി കെ ഡോട്ടിന്റെ വാല്യൂ എടുക്കാൻ പോകണം. അപ്പോൾ ഹെച്ചിന്റെ വാല്യൂ എന്ത് ചെയ്യണം, ഹെച്ചിന്റെ വാല്യൂ ഇവിടെ ഇതുപോലെ എഴുതുക. അപ്പോൾ ഹെച്ചിന്റെ വാല്യൂ നമുക്കറിയാം, ഇതാണ് നമ്മുടെ ഹെച്ചിന്റെ വാല്യൂ. നമ്മൾ ഹെച്ചിന്റെ വാല്യൂ ഇങ്ങോട്ട് ഒന്ന് വയ്ക്കാം. ഓക്കെ, ഇത് നമ്മുടെ ഹെച്ചിന്റെ വാല്യൂ ആണ്. ഇതിൽ എന്ത് ചെയ്യുക, ഇതില് ഡോ എച്ച് ബൈ ഡോ എക്സ് ആദ്യം. ഓക്കെ, ഡോ എച്ച് ബൈ ഡോ എക്സ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഡോ എച്ച് ബൈ ഡോ എക്സ് ചെയ്യാനായിട്ട് എടുക്കുക. നോക്കുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ് ടേംസ്, ഇവിടെ പി എക്സ്, ഇത് പി എക്സിന്റെ വാല്യൂ, ഇവിടെ എക്സ് ഇല്ല. ഓക്കെ, ഇവിടെ എക്സ് ഇല്ല, അത് സീറോ ആയി പോകും. ഇവിടെ എക്സ് ഇല്ല, ഇത് സീറോ ആവും. ആകെ എക്സിന്റെ ടേം വരുന്നത് ഇവിടെ മാത്രമേ ഉണ്ടാവും, ഇതിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് വിച്ച് വിൽ ബി ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു കെ വൈ സ്ക്വയർ എന്ന് വരും. ഈ ഒരു ടേം നോക്കുന്ന സമയത്ത് ഇവിടെ എന്തില്ല, എക്സിന്റെ വാല്യൂ ഇല്ല. സോ അതെന്തായിരിക്കും, സീറോ ആയിരിക്കും. ആകെ ഇവിടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സിന്റെ വാല്യൂ വരുന്നുള്ളൂ. ഇറ്റ് വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് 2k എക്സ് ബൈ, ഒരു മൈനസ് ടേം കൂടി ഉണ്ട് കേട്ടോ, മൈനസ് കൂടി ഉണ്ട്. മൈനസ് 2k എക്സ് ബൈ 2 എന്ന് വരും. 2 ഉം 2 ഉം ക്യാൻസൽ ആവും. അതായത് പി എക്സ് ഡോട്ടിന്റെ വാല്യൂ എന്താ കിട്ടുന്നത്, വി ആർ ഗെറ്റിംഗ് പി എക്സ് ഡോട്ട് വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് കിട്ടും. ഓക്കെ, പി എക്സ് ഡോട്ട് വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്നായിരിക്കും നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടെ എക്സ് ഡോട്ടിന്റെ വാല്യൂ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തായി, എക്സ് ഡോട്ടിന്റെ വാല്യൂ ആയിട്ടുണ്ട്, അതുപോലെ നമുക്ക് പി എക്സ് ഡോട്ടിന്റെ വാല്യൂ ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ അടുത്ത് എന്ത് ചെയ്യണം, നമുക്ക് പി എക്സ് ഡോട്ടിന്റെ വാല്യൂ ആയി കഴിഞ്ഞാൽ അടുത്ത് പി വൈ ഡോട്ടിന്റെ വാല്യൂ എന്ത് ചെയ്യാം, ഇവിടെ ഡിറ്റർമിൻ ചെയ്യുക. അപ്പോൾ പി വൈ ഡോട്ടിന്റെ വാല്യൂ എടുക്കുന്ന സമയത്ത് എന്താ കിട്ടുന്നത്, ദാറ്റ് ഈസ് പി വൈ ഡോട്ട്. പി വൈ ഡോട്ട് എടുക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ സോൾവ് ചെയ്ത് വരുമ്പോൾ എന്താവും, ഇവിടെ നമുക്ക് ഈ ഒരു വൈ ടേം ആയിരിക്കും വരേണ്ടത്. അപ്പോൾ അതായത് മൈനസ് ഡോ എച്ച് ബൈ ഡോ വൈ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഡോ എച്ച് ബൈ ഡോ വൈ വരും. അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഈ ഒരു ഡെറിവേറ്റീവ് എടുക്കണം. ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താവും, ഈ ഒരു ടേംസ് ക്യാൻസൽ ആയി പോകും. ആകെ ഇവിടെ വരുന്നത് എന്തായിരിക്കും, മൈനസ് കെ വൈ എന്നായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻസ് അത്രയും ആയിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ ഇക്വേഷൻ എക്സ് ഡോട്ടിന്റെ ഇക്വേഷൻ ആയിരുന്നു. ഓക്കെ, എക്സ് ഡോട്ടിന്റെ ഇക്വേഷൻ വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താണ് കിട്ടിയത്, എക്സ് ഡോട്ടിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് പി എക്സ് ബൈ എം എന്നാണ്. ഓക്കെ, എക്സ് ഡോട്ട് പി എക്സ് ബൈ എം. ആൻഡ് സെക്കൻഡ്, ഇപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷനിൽ പി എക്സിന്റെ വാല്യൂ, പി എക്സ് ഡോട്ടിന്റെ വാല്യൂ എന്താണ് കിട്ടുന്നത്, പി എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് പറഞ്ഞു. ഓക്കെ, പി എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്നാണ് വന്നത്. അതുപോലെ തന്നെ ഒയ് ഡോട്ടിന്റെ വാല്യൂ, ഒയ് ഡോട്ട് വിച്ച് വിൽ ബി ഈക്വൽ ടു, ഇവിടെ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചാൽ കേട്ടോ, ഒയ് ഡോട്ട് ഉണ്ടോ, ഈ ഒരു വാല്യൂ ഒയ് ഡോട്ട് ഈസ് ഈക്വൽ ടു പി വൈ ബൈ എം ആണ്. അതുപോലെ തന്നെ പി വൈ ഡോട്ടിന്റെ വാല്യൂ, പി വൈ ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് കെ വൈ എന്നായിരിക്കും നമുക്ക് അവിടെ വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് ഡോട്ടിന്റെ വാല്യൂ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ പി എക്സ് ബൈ എമ്മിന്റെ വാല്യൂ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്, ഇതിനൊന്ന് ഈ ഒരു ഇക്വേഷൻ ഒന്ന് കമ്പൈൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഒന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് പി എക്സ് ഡോട്ടിന്റെ വാല്യൂ ഇത് എക്സ് ഡോട്ടിന്റെ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് എം എക്സ് ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു mx double dot is equal to minus kx എന്ന് കിട്ടും. which കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ mx double dot is plus kx equal to 0. ഇത് ഒരു ഡയമെൻഷന്റെ ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഡയമെൻഷന്റെ ഇക്വേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് എം വൈ ഡബിൾ ഡോട്ട് പ്ലസ് kx ky is equal to 0. ഇതാണ് നമ്മുടെ 2 ഡയമെൻഷൻ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമ്മൾ എന്തെങ്കിലും രണ്ട് സെപ്പറേറ്റ്, നമുക്ക് മിക്സ് ചെയ്ത് എഴുതാൻ പറ്റില്ല ഇക്വേഷൻ, സെപ്പറേറ്റ് ചെയ്താണ് എന്ത് ചെയ്യേണ്ടത്, ഇക്വേഷൻ എഴുതേണ്ടത്. അതായത് എം എക്സ് ഡബിൾ ഡോട്ടിന്റെയും അതുപോലെ തന്നെ എന്ത് ചെയ്യാം, അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, എം വൈ ഡബിൾ ഡോട്ടിന്റെ വാല്യൂസ് എന്ത് ചെയ്യാം അവിടെ എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹാർമോണിക് ഓസിലേറ്റർ. നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ വൺ ഡയമെൻഷൻ ഹാർമോണിക് ഓസിലേറ്റർ മാത്രമാണെങ്കിൽ എന്തായിരിക്കും, വൺ ഡയമെൻഷൻ ഹാർമോണിക് ഓസിലേറ്റർ മാത്രമാണെങ്കിൽ എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ്
കെ എക്സ് ആ ഒരു വാല്യൂ മാത്രമേ വരുന്നുള്ളൂ. ഇതിപ്പോ നമുക്ക് എന്തുണ്ട്, രണ്ട് കേസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, രണ്ട് ഡയമെൻഷൻ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഇതുവരെ നിങ്ങൾ എഴുതി നിർത്തണം, എന്നാൽ ഈ കറക്റ്റ് മാർക്ക് അവിടെ കിട്ടുള്ളൂ. കാരണം ഈ ഒരു ഇക്വേഷൻ കൂടി വേണം, അല്ല ഹാമിൽട്ടൺ മാത്രം എഴുതി നിർത്തല്ല, ഈ ഒരു ഇക്വേഷൻ വരെ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ നിർത്തുക.